ഉറുപ്പികയായി ചാർജ് കുറയും. അതുപോലെ തന്നെ ഗുരുവായൂർ കോഴിക്കോട് കടലുണ്ടി വഴി പോകുമ്പോൾ 72 ഉറുപ്പിക എന്നത് 53 ഉറുപ്പികയായി കുറയും. അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് 132 ഉറുപ്പികയാണ് ഇന്ന്. അത് ഈ വഴി പോകുമ്പോൾ എറണാകുളം ഗുരുവായൂർ കോഴിക്കോട് ചേളാരി വഴി പോകുമ്പോൾ 108 കുറയും. അത് തന്നെ എറണാകുളം ഗുരുവായൂർ കോഴിക്കോട് കടലുണ്ടി വഴി പോകുമ്പോൾ 102 കുറയും. അത് വാസ്തവത്തിൽ ഇതൊരു പുതിയ സംഭവമാണ്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു പാലം ഉദ്ഘാടനം ചെയ്താൽ 16 KSRTC ബസ് ഒന്നിച്ചോടിച്ച ചരിത്രം കേരളത്തിലില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 28 ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മോഡിച്ച് വരികയാണ്. ആ മോഡിച്ച് വന്നാൽ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് KSRTC ബസ് ഇവിടെ ഓടിക്കോ, അക്കാര്യത്തിന് സംശയമില്ല. അതിന്റെ ബ്ലാക്ക് ഓഫ് കർമ്മം ഇവിടെ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും ഓരോ വാഹനം വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും വേണ്ടി മുഖ്യമന്ത്രി ഒരാൾ മാത്രം ചെയ്യും. കാരണം ഇത്രയധികം കൊടിയും ഇത്രയധികം ആളും ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ ഒന്നായി ചുരുക്കുന്നത്. ഇതിന് എല്ലാ വിധത്തിലുള്ള വിജയം ആശംസിക്കുന്നു. ഇതിന് ഈ നാട്ടുകാർ യോജിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ചതിൽ ഇവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി റോഡിന്റെ പണിയും തുടങ്ങുകയാണ്. അതിനും നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഇനിമേൽ അറിയപ്പെടാൻ പോകുന്ന ചമരവട്ടം പദ്ധതി സന്ദേശം ജനങ്ങളുടെ പ്രിയപ്പെട്ട വിനോദ വിശ്രമ വേദിയാക്കി മാറ്റാൻ പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലനായ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ KP അനിൽകുമാർ. ബഹുമാനനായ അധ്യക്ഷൻ, വേദിയിലുള്ള ആദരണീയനായ മുഖ്യമന്ത്രി, എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരൻ, വളരെ സന്തോഷകരമായ സന്ദർഭം. ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ ഞാനും പങ്കുചേരുന്നു. എനിക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നു. ഈ പാലം വരുന്നതോടുകൂടി നമ്മുടെ പുഴയ്ക്ക് മുമ്പ് തന്നെ അതീവ സൗന്ദര്യമുണ്ട്. പാലം വരുന്നതോടുകൂടി ടൂറിസം സാധ്യത നമുക്ക് വളരെയേറെ നമുക്കുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും ചമ്രവട്ടം റെഗുലേറ്റർ കം പ്രദേശങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചമ്രവട്ടം പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ മുൻകൈയെടുത്തവർക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്ക് ഉപകാരം നൽകുന്ന ചടങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധയിച്ചിരിക്കുകയാണ്. ഉപകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതി യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ചിരകാലാഭിലാഷം പൂർത്തീകരിക്കുന്നതിന് കഠിന പരിശ്രമം ചെയ്ത പൊന്നാനിയുടെ മുൻ MLA-യും ബഹുമാനപ്പെട്ട മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പാലോളി മുഹമ്മദ് ജനങ്ങളുടെ ജനങ്ങൾക്കാരും സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ സാദരം സ്വീകരിച്ചു. ഉപകാരമേറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് പൊന്നാനിയിലെ കർമ്മ എന്ന സന്നദ്ധ സംഘടനയുടെ ഉപകാരവും ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ പാലോളി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊന്നാനിയിലെ കർമ്മ എന്ന സന്നദ്ധ സംഘടനയുടെ ലഘുപകാരം. അടുത്തതായി സമയബന്ധിതമായി ചമ്രവട്ടം പദ്ധതി ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാൻ പാകപ്പെടുത്തിയ കരാറുകാരായ രാംസി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നാട്ടുകാരുടെ സംഘോപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷണിച്ചു. സ്വാഗതത്തിന്റെ മന്ത്രികളും ഈ കരാറുകാരായ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. രാംസി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ
യാഥാർത്ഥ്യമാക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്ത ഈ ചരിത്ര മുഹൂർത്തം ഒരുക്കി തരികയും ചെയ്ത ജലസേചന വകുപ്പിലെ ജീവനക്കാർക്കുള്ള നാട്ടുകാരുടെ സ്നേഹോപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്നേഹത്തെ ക്ഷണിക്കുന്നു. ഉപകാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ കെ പി ബാപ്പുജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാട്ടിൽ പ്രവർത്തിച്ച കരാറുകാരായ ശ്രീ കെ ടി പോൾ, ശ്രീ പി ജെ വിശ്വനാഥമേനോൻ എന്നിവർക്ക് സ്വാഗത സംഘത്തിന്റെ സ്നേഹോപകാരവും ഇപ്പോൾ മുഖ്യമന്ത്രി നൽകുന്നു. ഏറ്റുവാങ്ങുന്നതോടെ ശ്രീ കെ ടി പോൾ, പി ജെ ജേക്കബ്, വിശ്വനാഥമേനോൻ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി